യെസ് കമീൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എനിക്ക് എന്താ പ്രശ്നം? ഡോക്ടറെ, ഗ്യാസിന്റെ പ്രശ്നാണ്. ഗ്യാസിന്റെ പ്രശ്നം ഇപ്പൊ എല്ലായിടത്തും ഉണ്ടെന്ന് എന്തിനധികം പറയണം? ഇപ്പറഞ്ഞ എനിക്കുണ്ട്. ഇതിനിപ്പോ എന്താ ഒരു പോംവഴി? അതിപ്പോ പ്രതിപക്ഷം പറയുന്നത് സർക്കാർ മാറിയാൽ ശരിയാവുന്നാണ്. എനിക്കേ തോന്നുന്നില്ല കേട്ടോ. അയ്യോ, ഡോക്ടർ ഉദ്ദേശിച്ച ഗ്യാസ് അല്ല ഇത്. വയറില് ഒരു അത് ശരി, വയറിന്റെ പ്രശ്നമാണ്. അത് മാറ്റിയാൽ ശരിയാവും. വലിക്കാനൊന്നുമില്ല. എന്റെ ഡോക്ടർ, എനിക്കൊന്നും തിന്നാൻ പറ്റുന്നില്ല. വയറിലാകെപ്പാട് ഒരു എങ്ങനെ തിന്നാൻ പറ്റാണോ? ഭക്ഷണം വല്ലതും ഉണ്ടാക്കണമെങ്കിൽ വീട്ടിൽ ഗ്യാസ് വേണ്ടേ? എന്റെ വീട്ടിൽ തന്നെ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് 3 മാസമായി, ഇതുവരെ കിട്ടിയില്ലെന്ന്. ആ ഗ്യാസ് കൊണ്ടുവരുന്ന ചെക്കനെ കണ്ടിട്ട് തന്നെ 3 മാസമായി. ഹലോ, എന്ത് കിട്ടിയോ? പടച്ചോനെ, എന്റെ പ്രാർത്ഥന എനിക്ക് കേട്ട്. എന്താ ഡോക്ടറെ, ഡോക്ടറുടെ ഭാര്യ പ്രസവിച്ചോ? ഇനി ഓളെ എങ്ങോട്ട് പ്രസവിക്കാനാണ്ടോ? അതൊന്നുമല്ല, വീട്ടില് ഗ്യാസ് കിട്ടിയെന്ന്. അങ്ങനെ ഞമ്മളെ ഗ്യാസിന്റെ പ്രശ്നം തൽക്കാലത്തേക്ക് തീർന്നിട്ടി. ഇന്ന് ചോറുന്നാണെങ്കിൽ നിങ്ങൾ ഞമ്മളെ കൂടെ പോരീന്ന്. ഈ സന്തോഷത്തിന് ഞമ്മളെ വക ഒരു ബിരിയാണി നാട്ടുകാർക്ക് മൊത്തം കൊടുക്കണം. അല്ല ഡോക്ടറെ, അപ്പൊ എന്റെ ഗ്യാസിന്റെ പ്രശ്നം ആര് നേരെയാക്കൂ? ഇനി എന്ത് ഗ്യാസ്? വയറ്റില് വല്ലാത്തൊരു എരിച്ചിലും പുകച്ചിലൊക്കെ ആയിട്ട് ഭയങ്കര വേദനയുണ്ട്. ഗ്യാസിന്റെ തന്നെ ആയിരിക്കും അല്ലേ? അതെ, അത് ഗ്യാസിന്റെ തന്നെ ആയിരിക്കും. എന്റെ വയറ്റിലുണ്ടായിരുന്നത്. വീട്ടില് ഗ്യാസ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ അത് മാറി കിട്ടി. ഇതൊരു പ്രത്യേകതര അസുഖാണ്, ഗ്യാസ് മാനിയ. പോരയില് ഗ്യാസ് കിട്ടുമ്പോ മാറും. ഇയാൾ ഇത് എന്ത് വർത്താനാണ് പറയണത്? നിങ്ങൾ ഡോക്ടർ തന്നെ അല്ലേന്ന്? അല്ല, ഞമ്മള് കമ്പൗണ്ടർ ഗഫൂർ. ഡോക്ടറെ ചോറുന്നാൻ പോയതക്കത്തിനല്ലേ ഞമ്മള് കസേല കയറിയിരുന്നത്.